ഓം ശാന്തി. ഞാൻ ഭൃകുടി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചൈതന്യമായ ആത്മാവാണ്. ബാബ് ദാദയെ ഞാൻ ഹൃദയം കൊണ്ട് ഓർമ്മിക്കുകയാണ്. ബാബ് ദാദ എന്നെ വദനത്തിൽ തൻ്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒരു വിശാലമായ സഭയിൽ ബാബ എന്നെ തൻ്റെ സമീപത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഈ സഭ ഹയസ്റ്റും അവിനാശി ഖജനാക്കളിലൂടെ റിച്ചസ്റ്റായ ആത്മാക്കളുടെ സഭയാണ്. ജ്ഞാനം, യോഗം, ശക്തികൾ, ഗുണങ്ങൾ, സമയം എന്നീ സർവ ഖജനാക്കൾ ബാബ എനിക്ക് നൽകിയിരിക്കുകയാണ്. എന്നെ ഹയസ്റ്റും റിച്ചസ്റ്റുമായ ആത്മാവാക്കി മാറ്റിയിരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിലൂടെ എൻ്റെ ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യമാണ് ഉണ്ടാകുന്നത്. ഓരോ ശ്വാസത്തിലും സഫലതയാണ് ഉള്ളത്. ഒരു ജന്മത്തിലേക്ക് വേണ്ടി മാത്രമല്ല, അനേകം ജന്മങ്ങളിലേക്ക് വേണ്ടി ഇപ്പോൾ എനിക്ക് സമ്പാദിക്കണം. ബാബ എനിക്ക് സമ്പാദിക്കാനുള്ള വിധി പറഞ്ഞു തന്നിരിക്കുകയാണ്. അതാണ് ബിന്ദു വിടുക. ഡ്രാമയിൽ എന്ത് നടന്നു കഴിഞ്ഞുവോ അതിനെ ഇപ്പോൾ ബിന്ദു ഇടണം. ഇപ്പോൾ ഞാൻ ചോദ്യചിഹ്നമോ ആശ്ചര്യത്തിൻ്റെ ചിഹ്നമോ ഇട്ട് ഖജനാക്കളെ ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. സ്വമാനത്തിലൂടെയും ബാബയുടെ ഓർമ്മയിലൂടെയും വ്യർത്ഥത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ദിവസവും അമൃതവേളയിൽ 3 ബിന്ദുക്കളുടെ സ്മൃതിയുടെ തിലകം വെച്ച് വ്യർത്ഥത്തിന് ഞാൻ ബിന്ദുവിടുന്നു. വളരെ കാലത്തിൻ്റെ സമ്പാദിക്കുന്നതിൻ്റെ അഭ്യാസം തന്നെയാണ് വളരെ കാലത്തേക്ക് എന്നെ നടത്തിക്കുന്നത്. എനിക്ക് ഓരോ സെക്കൻഡും സഫലമാക്കുക തന്നെ വേണം. എനിക്ക് ഓരോ സമയത്തെയും ഓരോ ഖജനാവിനെയും സമ്പാദിക്കണം. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും ദൃഢതയെ ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ തന്നെ ചെയ്യുക തന്നെ വേണം. പ്രതിജ്ഞയെ നിറവേറ്റുക തന്നെ വേണം. എൻ്റെ സങ്കല്പത്തെയും കർമ്മത്തെയും പ്ലാനിനെയും പ്രാക്ടിക്കലിനെയും രണ്ടിനെയും എനിക്ക് സമാനമാക്കുക തന്നെ വേണം. സമയത്തിൻ്റെ സമാപ്തി പെട്ടെന്ന് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇപ്പോൾ എനിക്ക് സമയത്തെ ആധാരമാക്കേണ്ടതില്ല. സമയത്തെ കാത്തിരിക്കാതെ എനിക്ക് സമയത്തിന് മുൻപ് സമ്പന്നവും സമ്പൂർണവും ആകുക തന്നെ വേണം. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. എനിക്കൊരു കാര്യവും ബുദ്ധിമുട്ടായി തോന്നുന്നതേയില്ല. കാരണം സ്വയം ബാബ തന്നെ എന്നോട് പറയുകയാണ്, കുഞ്ഞേ, എന്ത് ഭാരമാണോ നിന്നിലുള്ളത് അത് ബാബയ്ക്ക് തരൂ.
എൻ്റെ മനസ്സിൽ എന്തു ഭാരമാണോ ഉള്ളത് അതെല്ലാം ഞാൻ ഇപ്പോൾ ബാബയുടെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അധികാരിക്ക് മുൻപിൽ സമർപ്പണം ചെയ്തു കഴിഞ്ഞു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ സ്വാമിയുടെ മുന്നിൽ എല്ലാം അർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും ഭാരരഹിതനായി കഴിഞ്ഞിരിക്കുന്നു. ഒരു ദൃശ്യം എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഉരുക്കുചോള. എൻ്റെ കയ്യിൽ ഒരു പച്ചയായ ലോഹകഷ്ണം. ആ ലോഹകഷ്ണത്തെ ഞാൻ അഗ്നിയിലിടുകയാണ്. അല്പസമയത്തിന് ശേഷം ആ ലോഹകഷ്ണം പുറത്തേക്ക് വരാൻ പോകുന്നു. എന്നാൽ ഞാൻ എൻ്റെ ദൃഢസങ്കല്പത്തിലൂടെ അതിനെ പുറത്തേക്ക് വരാതെ നോക്കുകയാണ്. നിരന്തരമായ കടുത്ത ചൂടേറ്റ് ആ ലോഹം വളരെ സോഫ്റ്റായി തീർന്നിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അതിൻ്റെ രൂപം പരിവർത്തനപ്പെട്ട് നല്ല തിളക്കമുള്ളതായി തീർന്നിരിക്കുന്നു. അത് അമൂല്യമായ സ്വർണമായി തീർന്നിരിക്കുന്നു. പച്ചയായ ലോഹകഷ്ണം എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ എൻ്റെ കടുത്ത സംസ്കാരവും കർമ്മഭോഗിൻ്റെ പ്രതീകവുമായിരുന്നു. ഉരുക്ക് അഗ്നി യോഗാഗ്നിയുടെ പ്രതീകമായിരുന്നു. ഞാൻ ദൃഢതയിലൂടെ വളരെ കാലത്തിൻ്റെ അഭ്യാസത്തിലൂടെ സ്നേഹത്തിൻ്റെ അഗ്നിയിലൂടെ എൻ്റെ തന്നെ സംസ്കാരത്തെ മോൾഡ് ചെയ്യുന്ന ആത്മാവാണ് ഞാൻ. ഞാൻ ബുദ്ധിമുട്ടിനെ സഹജമാക്കുന്ന ആത്മാവാണ്. ഞാൻ ഓരോ കാര്യത്തെയും പോസിറ്റീവ് രൂപത്തിലൂടെ കാണുന്ന ആത്മാവാണ്. ഞാൻ ശരീരത്തിൻ്റെ അസുഖത്തിലും സന്തോഷിക്കുന്ന ആത്മാവാണ്. ആത്മാക്കളോടും പ്രകൃതിയോടുമുള്ള എൻ്റെ കർമ്മക്കണക്കുകൾ യോഗാഗ്നിയിലൂടെ ഭസ്മമാക്കുന്ന ആത്മാവാണ് ഞാൻ. സർവഖജനാക്കളെയും സമ്പാദിച്ച് പാസ് വിത്ത് ഓണറാകുന്ന ആത്മാവാണ് ഞാൻ. ഓം ശാന്തി.